ഹലോ. രാത്രിയായപ്പോ എന്താന്നറിയില്ല. ഭയങ്കര വെശപ്പ്. വെശപ്പ്ന്ന് പറഞ്ഞു കഴിഞ്ഞാ, ചില സമയത്തൊക്കെ നമ്മള് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാ, അത് കഴിച്ചാലേ നമുക്ക് നമ്മുടെ വെശപ്പ് മാറുള്ളൂ. അത് വേറൊന്നല്ല. അത് കഴിക്കാൻ ഭയങ്കരായിട്ട് ആഗ്രഹമുള്ളോണ്ട് അതിനോട് തോന്നുന്ന ഒരു തരം കൊതിയാണ്. അങ്ങനെ എനിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ കൊതി തോന്നിയ ഒരു ദിവസായിരുന്നു ട്ടാ ഇന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തുന്ന് വെച്ച് കഴിഞ്ഞാ, ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, "നോക്കിയാ നമുക്ക് പോയി കഴിച്ചിട്ട് വരാന്ന്" പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, നമുക്ക് റൗണ്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി വേഗം ആളെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറുതായിട്ടൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു. കോട്ടൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ടൂ വീലറിലാണ് പോവാറ്, സ്കൂട്ടിയിലാണ് പോവാറ്. കാർ എടുക്കാറില്ല. കാരണം ടൂ വീലറിൽ പോണ ഒരു സുഖം വേറെയാണ്. പിന്നെ നമ്മുടെ വീടും ടൗണും തമ്മിൽ ഏകദേശം ഞങ്ങളുടെ വീട് വരുന്നത് ഏകദേശം ടൗണിൽ തന്നെയാണ്. തൃശ്ശൂർ റൗണ്ടിക്കൊക്കെ ഒരു 1 കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ. ഒരു 1 1/2 കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോവാനോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കറങ്ങാൻ പോവാനൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ദൂരം എന്താ പറയാ സമയം എടുക്കില്ല നമുക്ക് പോയി വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടിയൊക്കെ എടുത്ത് മെല്ലെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഴ ഇത്തിരി കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങളിപ്പോൾ പോകുന്നത് ആളുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഒരു സാധനം മേടിക്കാനായിട്ട്. ഇത് ഒരു വണ്ടിയുടെ RC ബുക്ക് മേടിക്കാനായിട്ട്. അപ്പൊ അതിനാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ നേരെ അവിടെ നിന്ന് മെയിൻ റോഡിലൂടെ കടന്നു. ഫ്രണ്ടിന്റെ വീടും ആളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ പോയോണ്ടിരിക്കണത് ഈസ്റ്റ് ഫോർട്ടിലോട്ടാണ്. കാളത്തോട് പറവട്ടാനി റോഡ് കൂടിയിട്ട് ഈസ്റ്റ് ഫോർട്ടിലോട്ടാണ് പോകുന്നത്. ഈസ്റ്റ് ഫോർട്ടിൽ തന്നെയാണ് ഫ്രൈഡ് ചിക്കൻ ഉള്ളത്. പിന്നെ ഞാനിങ്ങനെ കുറേ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചിക്കിങ്ങിലത്തെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാനാണ്. ഞാൻ KFCയിലത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഷോപ്പുകളൊക്കെ പല ടൈപ്പ് ഫ്രൈഡ് ചിക്കനുകൾ വരും, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കിങ്ങിലെ ഫ്രൈഡ് ചിക്കനാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു 5 പീസാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി അത്ര കഴിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഞങ്ങളങ്ങനെ കുറേ വാരി വലിച്ച് കഴിക്കുന്ന ആൾക്കാരല്ല, വയറ് നിറയ്ക്കാൻ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് അത് പറ്റാറില്ല. ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ അപ്പുറം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റില്ല. പിന്നെ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അങ്ങനെ ഞങ്ങൾ ഒരു 599 തോന്നുന്നു, അതിൻ്റെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ വേറൊന്നും പറഞ്ഞില്ല. കാരണം നമുക്ക് തണുവുള്ളതൊന്നും കുടിക്കാൻ പറ്റില്ല, മഴക്കാലാണ്. പിന്നെ ഓൾറെഡി എൻ്റെ തൊണ്ട പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു, ഇവിടെ നമുക്കിത് കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് പോണ വഴിക്ക് കോഫി കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ 2 പീസും ഹസ്ബൻഡ് 3 പീസുമാണ് കഴിക്കാറുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം 2 പീസ്, ഹസ്ബൻഡ് 3 പീസാണ് കഴിച്ചത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം കഴിച്ച ഫസ്റ്റ് തന്നെ എടുത്ത ചിക്കൻ വലുതാണ്. ഞാൻ ചെറിയ പീസുകൾ നോക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. കുറേ പേർക്ക് അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. വലിയ ഒറ്റ പീസ് കഴിക്കണേക്കാളും കുറച്ച് ചെറിയ ചെറിയ എല്ലുള്ള പീസുകൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് അത് എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്കത് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇപ്രാവശ്യം ചെറിയ പീസ് എടുക്കണ്ട, ഒരു വലുതെടുത്ത് കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ തുടക്കം തന്നെ വലുതെടുത്ത് കഴിച്ചു. പിന്നെ വീണ്ടും ഒരു മീഡിയം സൈസിലുള്ളതാണ് കഴിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ മസാലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ എന്തോ എനിക്കൊരു ഒരു ഒരു പ്രത്യേക ടൈപ്പ് വികാരമാണ് ഇതിനോട്. അതെപ്പോഴും ഞങ്ങൾ കഴിക്കാറില്ല. 2 മാസം കൂടുമ്പോൾ ഒക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. പിന്നെ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാറുള്ളത് മെയിനായിട്ട് ബിരിയാണി, അല്ലെങ്കിൽ പിന്നെ പൊറോട്ട, അതല്ലെങ്കിൽ അൽഫാം, അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. അതല്ലെങ്കിൽ ഷവർമ്മ, ബർഗർ, അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. ഫ്രൈഡ് ചിക്കൻ 2 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ പോയി കഴിക്കും. മെയിനായിട്ട് ഞങ്ങൾ എനിക്ക് സാലറി ക്രെഡിറ്റ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും വഴിയിൽ കുറച്ച് ഫണ്ട് ഒരുമിച്ച് കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്യാറ്, ഫ്രൈഡ് ചിക്കൻ ചൂസ് ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ വീണ്ടും ഞങ്ങൾ റൗണ്ടിലോട്ട് ഇറങ്ങി. റൗണ്ടൊക്കെ ഒരു ചുറ്റൽ ചുറ്റി നമ്മുടെ MG റോഡ് കൂടി വെസ്റ്റ് ഫോർട്ടിൽ കയറി. വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് പൂങ്കുന്നം പോയിട്ട്, അതായത് ശോഭ സിറ്റിയുടെ റോഡ് പോയിട്ടാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. നമ്മളിങ്ങനെ ലൈഫിൽ നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മൾ വലിയ വലിയ ട്രിപ്പുകളൊക്കെ പോയാലാണ് നമ്മൾ ഹാപ്പി ആവുള്ളൂ എന്ന്. പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോടൊപ്പം വളരെ ചെറിയ യാത്രകളാണെങ്കിലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അധിക ദൂരമൊന്നും പോയില്ലെങ്കിലും കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ യാത്ര ഒരു പ്രത്യേക തരം നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് സമാധാനം തരുന്ന ഒരു പ്രത്യേക തരം എന്തോ ഒരു സംഭവമാണ്. അതുകൊണ്ട് മൈൻഡ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡൊക്കെ ഇതേപോലെ ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാറുണ്ട്. ഓക്കെ.
അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് ആളെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇതാണ് പേരെന്നൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ അങ്ങനെയുള്ള വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഹസ്ബൻഡിനെ ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. പക്ഷേ ആളെ പറഞ്ഞ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആരും കാണുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, സബ് ചെയ്യണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് സ്വാഭാവികമായിട്ടും ആരും കാണുന്നില്ല, അപ്പോൾ ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് ഇഷ്ടപ്പെടാണ്ടാണോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമാവുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കട്ടോ. ഞാൻ എന്തായാലും റീപ്ലൈ തരാം, അതിലൊരു മാറ്റമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചായക്ക് കുടിച്ച് വന്നു. ഇത് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ റോഡാണ് കേട്ടോ, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലെ റോഡാണ്. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ നേരെ അമ്മേനൊക്കെ കണ്ട് യാത്ര പറഞ്ഞ് നേരെ കിടക്കാൻ പോയി.